വളരെ മികച്ച ഒരു ടൈം ടേബിൾ ആയതുകൊണ്ട് നാളത്തെ ഒരു ദിവസത്തെ അവധിക്ക് ശേഷം നമുക്ക് അടുത്ത ദിവസം തന്നെ വീണ്ടും എക്സാം ഉണ്ട്. രാവിലെ തന്നെ നമ്മുടെ പണിയായുധങ്ങൾ എടുത്ത് ഞാൻ ഇരുന്നെങ്കിലും പുറത്ത് അത്യാവശ്യം നല്ല മഴയായിരുന്നു കേട്ടോ. ഈ മഴയത്ത് കിടന്നുറങ്ങിയ ഒരു പഴയ കാലം എനിക്കും ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഈ ബുക്ക് ഇന്നത്തെ ദിവസം താത്തു വെക്കാൻ നേരമില്ല. എക്സാമിന്റെ തലേ ദിവസം ബുക്ക് എടുത്താൽ പിന്നെ പറയണ്ടല്ലോ അല്ലേ. എൻ്റെ ഈ തലേ ദിവസത്തെ പഠിത്തം കണ്ട എന്നെ പഠിപ്പിയെന്നല്ലാതെ വേറെ ഒന്നും വിളിക്കാൻ എനിക്ക് തോന്നാറില്ല. ആ പഠിത്തം ഞാൻ നേരത്തെ പഠിച്ചാലുണ്ടല്ലോ ഇന്ന് എവിടെ നിന്നേനെന്നറിയോ, ഞാൻ എങ്ങും നിൽക്കില്ല. കാര്യം എത്ര അവധി കിട്ടിയാലും നമ്മൾ ഈ തലേദിവസം പഠിക്കുന്ന ആൾക്കാരായണ്ടേ അന്നേ ചൂട് വരുള്ളൂ. രാവിലെ എണീറ്റപ്പോൾ ചൂടൊന്നും അല്ലാണ്ട് നല്ല ഉഗ്രം മഴയായിരുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റി പിന്നെ ഇനി മഴയല്ല ഇനി സുനാമി വന്നാലും തുഴഞ്ഞു വന്നിരുന്ന് പരീക്ഷ എഴുതി പിള്ളേരെ എന്ന് പറയുന്നത് ആയതുകൊണ്ട് തന്നെ രാവിലെ റെഡി ആയിട്ട് നമ്മൾ നേരെ കോളേജിലേക്ക് പോകായിരുന്നു. കോളേജ് എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസമായി. കാര്യം എക്സാം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത്ര അങ്ങ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഓക്കെ ആയിരുന്നു ഇന്നത്തെ എക്സാം. പിന്നെ ഇനിയുള്ള സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞിട്ട് നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാൾ നമുക്ക് വീണ്ടും എക്സാം ഉണ്ട്. ഈ ഒരു ദിവസത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ അത്യാവശ്യം നല്ല ടാസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ ഡിസ്കഷൻ ഒന്നും നിൽക്കാണ്ട് നമ്മൾ നേരെ ഇറങ്ങി. കാര്യം എഴുതി കഴിഞ്ഞ കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ നേരെ പോയി കടയിൽ ചെന്ന് കുറച്ച് മിച്ചർ കഴിക്കാൻ ഒരു കൊതി. അങ്ങനെ അതും വാങ്ങി വീട്ടിലെത്തിയപ്പോൾ നല്ല പൊറോട്ടയും ചിക്കൻ കൊണ്ടാട്ടവും കഴിച്ചു. സബാഷ്, നമുക്ക് വേറെ ഒന്നും വേണ്ട. ഇനി കുറച്ച് നമുക്ക് കിടന്ന് ഉറങ്ങാം. ഇനിയിപ്പോൾ അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.